സത്യശീല ഒന്ന് ഇങ്ങോട്ട് വരൂ എൻ്റെ ഓഫീസിലേക്ക്. അല്ല ഇപ്പം തന്നെ വരൂ. ഓരോരോ പരാതികൾ ഓരോ ദിവസവും. അല്ല എന്താ ഉദ്ദേശം? എന്താണ്? നിങ്ങളെ കൊണ്ടുള്ള പരാതി കൊണ്ട് ഇവിടെ നിറഞ്ഞിരിക്കുക. പരാതിയോ? ആ. എന്ത് പരാതി? ഇപ്പൊ ഒരാളോട് മോശമായിട്ട് പെരുമാറിയോ? ഓ, അത് മറ്റേ വയസ്സായ ആള് ആ കപ്പട മീശ വെച്ചേ. ആ മൂപ്പർക്ക് സുഖമില്ല, അത് വട്ടാണ്. അല്ല അതവിടെ ഇരിക്കട്ടെ. ആ. സത്യശീലൻ PSC കോച്ചിങ്ങിന് ക്ലാസ് എടുക്കാൻ പോകുന്നു എന്നൊരു രഹസ്യ വിവരം എനിക്ക് കിട്ടിയല്ലോ. പോണ്ടോ? ആ, അത് ഡ്യൂട്ടി ഓഫുള്ള ദിവസങ്ങളിൽ പോകും മാഡം. അല്ല അത് ഓഫുള്ള ദിവസമാണോ ഇനി വീക്കിലി ഓഫാണോ അല്ലെങ്കിൽ ലീവ് എടുത്ത് പോവാണോ അതൊന്നും വിഷയമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഒരാൾക്ക് ഒരു സർക്കാർ ജോലി ഉണ്ടെങ്കിൽ വേറെ ജോലി ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഉണ്ടറിഞ്ഞൂടെ? അപ്പൊ നിയമവിരുദ്ധല്ലേ? സത്യത്തിൽ നിയമവിരുദ്ധമാണ്. ആണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. അല്ല അത് എന്തറിയോ, വിജിലൻസ് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ നിങ്ങളുടെ ജോലി പോവും. അത് മാത്രമല്ല ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിൽ വരും, ന്യൂസിൽ വരും, ആകെ നാണക്കേടാവും. അല്ല അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല മാഡം. എങ്ങനെ ജീവിക്കണം എന്ന് കൂടെ അവർ പറഞ്ഞു തരണം. എങ്ങനെ നമ്മൾ കുടുംബം നടത്തിക്കൊണ്ട് പോകും. ഈ പിടുത്ത പൈസ കൂടെ കഴിഞ്ഞിട്ട് കിട്ടുന്നത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ്. ആ പൈസയിൽ നിന്ന് വേണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ. അതും ഒരു തവണയോ 2 തവണയൊക്കെ ആയിട്ടാണ് കയ്യിൽ കിട്ടുക. കല്യാണം, കുറിക്കല്യാണം, പിന്നെ നാട്ടുകാരുടെ പിരിവ്, നേർച്ച, ഉത്സവങ്ങൾ, പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ലോണടവ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ചെലവുകളോട് ചെലവാണ്. നാട്ടുകാരുടെ മുമ്പിലാണെങ്കിലോ നമ്മൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, നല്ല ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാർ. ഇതൊക്കെയാണ് വിഷയങ്ങൾ. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സംഗതി ഉരുട്ടിക്കൊണ്ട് പോണത് ആ ക്ലാസ് എടുത്തിട്ടാണ് മാഡം. അല്ല കുഴപ്പമില്ല, അപ്പൊ പിന്നെ ക്ലാസ്സിന് പോവല്ലോ. അതിപ്പോ എന്താ ചെയ്യാല്ലേ? അപ്പൊ അത് ഒഴിവാക്കണമെന്ന് പറയരുത്. അല്ല എന്ത് മാത്സ് അല്ലേ വിഷയം? ഞാൻ മാത്സ് ആണ് എടുക്കുന്നത്. ചിലപ്പോ ഫിസിക്സ് കൊടുക്കും. അതെയാ? ഈ 1 മണിക്കൂറൊക്കെ ക്ലാസ് എടുത്താൽ എത്ര കിട്ടും? 1 മണിക്കൂർ 1200 രൂപ കിട്ടും. കിട്ടൂലേ? മതിയല്ലോ. ഒരു ദിവസം ഒരു 2-3 മണിക്കൂർ പോട്ടെ, 4 മണിക്കൂർ ചെയ്താലും മതി. പക്ഷെ അങ്ങനെ ചെയ്യാൻ അങ്ങനെ കിട്ടില്ല. ഇല്ലല്ലേ? ശരി. അതെ, അവിടെ ഹിസ്റ്ററി പഠിപ്പിക്കാൻ ആളുണ്ടോ? ഹിസ്റ്ററി പഠിപ്പിക്കാൻ ഇവിടെ ഒന്ന് അന്വേഷിച്ചിട്ട് പറയൂട്ടോ. ഓ, ആർക്കാ മാഡം? എനിക്ക്. ഞാൻ ഹിസ്റ്ററി ആണല്ലോ. അപ്പൊ വിജിലൻസ്? വിജിലൻസ് ഒന്നും അറിയണ്ട, നമുക്ക് ജീവിക്കണ്ടേ?